അപ്പൊ ചോദിച്ചു, പരീക്ഷത്തിൽ ചോദിച്ചു ശ്രീ ശുഖബ്രഹ്മണിഷോ പിന്നീട് എന്താ ഉണ്ടായേ? അപ്പൊ പറഞ്ഞു ഉദ്ധവര് പിന്നെ ചോദിച്ചത് ഭഗവാനെ ഭജിക്കാനുള്ള വിദ്യ, ഭഗവാന്റെ ക്രിയായോഗത്തെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പം പറഞ്ഞു ക്രിയായോഗം സമാചക്ഷുവ, ആ ക്രിയായോഗത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം. എന്തിന്? ഭവത് ആരാധനം പ്രഭോ, ഭഗവാനെ ആരാധിക്കാനുള്ള വിദ്യയില്ലേ ക്രിയായോഗം, അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്നും പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരി, അത് പറഞ്ഞു തരാം, എന്താ കേട്ടോളൂ എന്നും പറഞ്ഞു. ഭഗവാന്റെ ക്രിയായോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പൂജ കഴിക്കാനുള്ള പൂജാവിധാനത്തിന്റെ പേരാണ് ക്രിയായോഗം. പറഞ്ഞു ഭഗവാനെ ഭജിക്കാൻ പല ജാതി സമ്പ്രദായം ഉണ്ട്. ഏതൊക്കെയാ? വൈദികം, താന്ത്രികം, മിശ്രം എന്നൊക്കെ പറയും. വൈദികം എന്ന് പറഞ്ഞാൽ ശുദ്ധവേദം കൊണ്ട്, താന്ത്രികം എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രങ്ങളെ കൊണ്ട്. തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആഗമങ്ങള്, വൈഷ്ണവാഗമങ്ങള്, ശൈവാഗമങ്ങള്, അതുപോലെ ശാക്തേയ ആഗമങ്ങള്, തന്ത്രങ്ങൾ എന്ന് പറയും. ഇങ്ങനെ ഈ ആഗമങ്ങൾക്കനുസരിച്ച് ഭഗവാനെ ഭജിക്കുന്നതിനാണ് താന്ത്രികമായിട്ടുള്ള ഭജനം എന്ന് പറയുക. പിന്നെ മിശ്രം എന്ന് പറഞ്ഞാൽ വൈദികവും ഉണ്ടാവും താന്ത്രികവും ഉണ്ടാവും, രണ്ടും കൂടി ചേർന്നത്. ഇങ്ങനെ 3 തരത്തിൽ. വൈദിക താന്ത്രികോ മിശ്ര ഇതിമേ ത്രിവിധോ മഖ ത്രയാണാം ഈപ്സിതേനൈവ വിധിനാമാം സമർച്ചയിൽ. ഈ പറഞ്ഞ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രകാരത്തില് ഭഗവാനെ ഭജിക്കണം. അപ്പൊ യജ്ഞയാഗ ഹോമാദികളൊക്കെ എന്താ ചോദിച്ചാൽ വൈദികമാണ്. അപ്പൊ നമ്മൾ പൂജ കഴിക്കേണ്ട അമ്പലത്തിലൊക്കെ അതൊക്കെ താന്ത്രികമുണ്ട്, രണ്ടും കൂടി ചേർന്നിട്ടുള്ള മട്ടുണ്ട്, വേദ സമ്പ്രദായം ഉണ്ട്. അതിൽ 2 മട്ടും കൂടിയിട്ട് അതാണ് വൈദികം, താന്ത്രികം, മിശ്രം എന്ന് പറഞ്ഞ 3 തരം സമ്പ്രദായങ്ങളിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തെ ആശ്രയിച്ച് ഭഗവാനെ ഭജിച്ചോളൂ. അങ്ങനെ എന്താ വേണ്ടത്? എങ്ങനെയൊക്കെ ആവാം, എവിടെയൊക്കെ ആവാം ഭഗവാനെ ഭജിക്കല്? അപ്പൊ വിഗ്രഹത്തിലാവാം, അതുപോലെ അഗ്നിയിലാവാം, വെള്ളത്തിലാവാം, അതുപോലെ ഗുരുനാഥനിലാവാം, മഹാത്മാക്കളിലാവാം, അതുപോലെ അങ്ങനെയൊക്കെയുള്ള മഹിമയിലെ ഭൂമിയിലാവാം. എവിടെയൊക്കെ ശുദ്ധിയുണ്ട്, എവിടെയൊക്കെ കേമാണ് എന്ന് തോന്നുന്നു, അവിടെയൊക്കെ ഭഗവാനെ ആവാഹിച്ച് പൂജ കഴിക്കാൻ വിഷമില്ല. ഇനിയിപ്പോ വിഗ്രഹത്തിലാണ് പൂജ കഴിക്കണമെന്ന് വെച്ചാൽ എന്താവാം? അതല്ല ഏത് അർച്ചായാം സ്ഥണ്ടിലേക്ക് നൗവ സൂര്യേ സുഹൃതി. അതെ, എവിടെയൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ അർച്ചായാം വിഗ്രഹത്തില്, സ്ഥണ്ടിലെ ഭൂമിയില്, അഗ്നവ് പറഞ്ഞ അഗ്നിയില്, സൂര്യനിലാവാം, അപ്സു വെള്ളത്തിലാവാം, ഹൃദയത്തിലാവാം, ദ്വിജേ ബ്രാഹ്മണനാവാം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ദ്രവ്യേണ ഭക്തിയുക്തോർച്ചേൽ സ്വഗുരും. അതാണ്, അങ്ങനെയാണ് നല്ലോണം ഭഗവാനെ ഭജിക്കേണ്ടത്. ഇവിടെയൊക്കെ ഭജിക്കാം. അപ്പൊ എങ്ങനെയാ ഭജിക്കുക? അപ്പൊ നമ്മള് വിഗ്രഹത്തിലാണ് ഭജിക്കണത് വെച്ചാൽ എന്ത് വേണം? വിഗ്രഹങ്ങൾ തന്നെ 8 ജാതി വിഗ്രഹങ്ങളുണ്ട്. ഏതൊക്കെ 8 ജാതി വിഗ്രഹങ്ങള്? ശൈലി, ദാരുമയീ, ലൗഹി, ലേപ്യാലേഖ്യ ച സൈകതി, മനോമയീ, മണിമയീ, പ്രതിമ, അഷ്ടവിധാ സ്മൃത. പ്രതിമ 8 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ശൈലി കല്ലോണ്ടുള്ളത്, കല്ലോണ്ട് അമ്പലത്തിലൊക്കെ അകത്ത് ശിലാവിഗ്രഹം കണ്ടില്ലേ? അങ്ങനെ ശൈലി. ദാരുമയീ എന്ന് പറഞ്ഞാലേ ഈ ഭഗവതിക്കൊക്കെ കണ്ടിട്ടില്ലേ? വരിക്കപ്ലാവ് കൊണ്ട് ഭഗവതിയുടെ ബിംബം, വലിയ ബിംബം, ദാരുബിംബം എന്ന് കേട്ടിട്ടില്ലേ? ഭദ്രകാളിക്കൊക്കെയാണ് അത് പതിവ്. കേട്ടിട്ടില്ലേ അങ്ങനെ ദാരുബിംബം എന്നൊക്കെ? പഴയ ക്ഷേത്രങ്ങളില് ഈ ഭദ്രകാളി പ്രതിഷ്ഠയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ എന്ത് കാണാം? വലിയ ദാരുബിംബം ഉണ്ടാവും. ഈ ദാരുബിംബത്തിന് എന്നിട്ട് ചാന്താട്ടം എന്നും കേട്ടിട്ടുണ്ടോ? ചാന്താട ഭഗവതിക്ക് ചാന്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേക വിശേഷമായ ഒരു ഔഷധക്കൂട്ടാണ്. അതുകൊണ്ട് ഭഗവതിയെ നല്ലോണം ആടിക്കും. അങ്ങനെ ചാന്താടുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഈ ദാരുമയി. നമുക്ക് ധാരാളം പരിചയം ഉണ്ടാവില്ലെങ്കിലും വലിയ ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നോക്കിയാൽ കാണാം വലിയ ദാരുബിംബം ഉണ്ടാവും. നമ്മൾ തൊഴണത് അർച്ചനാബിംബം വേറെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും, ബഹുവേര ബിംബങ്ങളായിരിക്കും അതൊക്കെ. അങ്ങനെയാണ്. അപ്പൊ അതാണ് ശൈലി, ദാരുമയി എന്ന് പറയും. ആണ്. അപ്പൊ ദാരുമയി പറഞ്ഞ മരം കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ ലൗഹി പറഞ്ഞാൽ ലോഹം കൊണ്ട് നമ്മളിപ്പോ പുറത്തേക്കൊക്കെ എഴുന്നള്ളിക്കുന്ന തടമ്പില്ലേ? ആനപ്പുറത്തൊക്കെ എഴുന്നള്ളിക്കില്ലേ? ശീവേലി തടമ്പ അപ്പുറത്തേക്ക്, അതൊക്കെ ഈ ലൗഹി. പിന്നെ അകത്ത് തേവാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? മച്ചിലെ പടിഞ്ഞാറ്റിലൊക്കെ തേവാരൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഉണ്ടാവും ഈ ലോഹം കൊണ്ട്, ഏതെങ്കിലുമൊക്കെ വിഷവെള്ളി കൊണ്ടോ അല്ലെങ്കിൽ പഞ്ചലോഹം കൊണ്ടൊക്കെ ഉള്ളതായ തടമ്പുകളും ബിംബങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ഈ പറയുന്നതായ ലൗഹി ലോഹ സംബന്ധമായത്. പിന്നെ ലേപ്യ പറഞ്ഞാൽ ചായം തേച്ചുണ്ടാക്കണത്. ലേഖ്യ പറഞ്ഞാൽ വരഞ്ഞുണ്ടാക്കണത്. സൈക്കതി പറഞ്ഞാൽ മണ്ണുണ്ടോ മണലുകൊണ്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ചിലരൊക്കെ എന്താ വെച്ചാൽ വല്ല പുഴയിലൊക്കെ പോയി കുളി കഴിഞ്ഞാൽ അവർക്ക് തേവാരമൊക്കെ ഉണ്ടാവും. അവരുടെ തേവാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുഴയിലെ കുളി കഴിഞ്ഞ് കരയിലേക്ക് കയറി മണ്ണുണ്ടോ അല്ലെങ്കിൽ മണലുകൊണ്ടോ ഒക്കെ ശിവലിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂർത്തി ഉണ്ടാക്കി വെച്ച് അതിൽ തേവാരമൊക്കെ വിസ്തരിച്ച് കഴിക്കും. അതാണ് ഈ പറയുന്നത് സൈകതി എന്ന് പറയും. അപ്പൊ ലേഖ്യാച്ച സൈകതി. പിന്നെ മനോമയി പറഞ്ഞാൽ മാനസപൂജയ്ക്കുള്ളതാണ്, ഹൃദയത്തിലെ മാനസികമായിട്ട്. മണിമയി എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ രത്നങ്ങളെ കൊണ്ടൊക്കെ മരതക ശിവലിംഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? മണിമയമായ
ആരാധനാ സമ്പ്രദായങ്ങൾ. അപ്പം ഇങ്ങനെ പ്രതിമ അഷ്ടവിധാസ്മൃത. അങ്ങനെ പ്രതിമ 8 തരത്തിലുണ്ട്. ഈ 8 തരത്തിലുള്ള പ്രതിമയിൽ ഏതെങ്കിലും ഒരു പ്രതിമയെ നമ്മൾ എടുക്കുക, അതിലേക്ക് അതിലേക്കാണ് പൂജ കഴിക്കേണ്ടത്. എങ്ങനെയാ പൂജ കഴിക്കേണ്ടത്? പ്രതിമയിലേക്ക് അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് പൂജ കഴിക്കാൻ രാവിലെ എണീറ്റിട്ടായി അങ്ങനെയല്ല. ആദ്യം എന്ത് വേണം? ആദ്യം നമ്മൾ നല്ലോണം, അതാണ് പൂർവം സ്നാനം പ്രകുർവീത. ആദ്യം വേണ്ടത് എന്താണ്? പൂർവം സ്നാനം പ്രകുർവീത ധൗതദന്തോംഗശുദ്ധയേ. അതാ വേണ്ടത്. ആദ്യം പല്ലേപ്പ് ശൗചാദി ക്രിയകളൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ശുദ്ധം വരുത്തി എന്നിട്ട് ചെയ്യണം. എന്നിട്ടാണ് പൂർവം സ്നാനം പ്രകുർവീത. ആദ്യം കുളിക്കണം. നമ്മുടെ ഇടയിൽ, വിശേഷ ഹിന്ദുക്കളുടെ ഇടയിൽ കുളിക്കാതെ നമ്മളൊന്നും ചെയ്യില്ല. അമ്പലത്തേക്ക് കുളിക്കാണ്ട് വരുമോ? ആരും പോവില്ല, ഒരാളും പോവില്ല. ആരും ഉപദേശിച്ചു കൊടുക്കൊന്നും വേണ്ട. അതൊക്കെ ആരെങ്കിലും ഉപദേശിച്ചു കൊടുക്കുന്ന അമ്പലത്തേക്ക് കുളിക്കാണ്ട് പോകാൻ പാടില്ല എന്ന് അത് എല്ലാ കൂട്ടർക്കും അറിയാം, ഏത് കൂട്ടർക്കും അറിയാം. പഠിപ്പുള്ളവർക്കും പഠിപ്പില്ലാത്തവർക്കും ഒക്കെ അറിയാം. അത് നമ്മുടെ ഇടയിൽ കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനം, ശുദ്ധി പ്രധാനമാണ്. അല്ലാതെ വിരലിൻ്റെ അറ്റം കല്ലിൻ്റെ മുകളിലിട്ട് ഉരച്ചതുകൊണ്ടും മൂക്കിൻ്റെ അറ്റം മരത്തിൻ്റെ മുകളിൽ ഉരച്ചതുകൊണ്ടൊന്നും ശുദ്ധാവില്ല. അപ്പോൾ വലിയ കേമാന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മണം കണ്ടിട്ടില്ലേ, കുളിക്കില്ല. അതാണ് നമ്മളങ്ങനെയില്ല. നമ്മൾ നല്ലോണം മുങ്ങി അങ്ങോട്ട് കുളിക്കും. അവഗാഹം എന്ന് പറയും. എന്താ? മുങ്ങി അങ്ങോട്ട് കുളിക്കും. ഈ മുങ്ങാൻ തരാവാത്തൊരു അഭിഷേകം കോരിയിട്ടെങ്കിലും കുളിക്കും. എന്തായാലും കുളി പതിവാ. 2 നേരം കുളിക്കാത്തവരൊന്നും ഇപ്പം ഇന്നില്ല, പണ്ടും ഇല്ല. ശരിയല്ലേ? ഇത് അങ്ങനെയുണ്ട്. 3 നേരം കുളിക്കണവരൊക്കെ ഉണ്ട്. അതിലേറെ കുളിക്കണവരൊക്കെ അവനോട് ഇഷ്ടം പോലെ ചെയ്തു. അതിന്റെ കുളി പതിവാണ്. എന്തിനീ കുളിക്കണത്? ശുദ്ധാവാനാണേ. ഞാൻ ശുദ്ധം മാറിയിട്ടൊന്നും ഇല്ലേ? ഇന്നലെ കുളി സന്ധ്യാവനം ദേവാരൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് പോയിട്ടും ഇല്ല, എവിടെയും പോയി കൂട്ടി തൊട്ടിട്ടും ഇല്ല. ശുദ്ധാണ്. നീ വിളിച്ചാകുമ്പോൾ കുളിക്കണം, എനിക്ക് പോയി കുളിക്കണം. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവനവൻ്റെ കുടുംബത്തെ തന്നെ കുട്ടി തൊട്ട് ശുദ്ധം മാറൊന്നും ചെയ്യാതെ തന്നെയൊക്കെ രാവിലെ മുതൽ കുളിയും ദേവാരൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെയൊക്കെ തന്നെ നടക്കണമെന്ന് വെച്ചാൽ പിറ്റേന്ന് നേരം വിളിച്ചാൽ നമുക്ക് വേറെ അശുദ്ധിയൊന്നുമില്ല. എന്താ ശുദ്ധിയുള്ളൂ? കുളിയാശുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ കുളിയാശുദ്ധം ചെന്താ? കുളിച്ചില്ല എന്നുള്ള അശുദ്ധി മാത്രം. മുങ്ങി കുളിച്ചാൽ ശുദ്ധായി. വേറെ പ്രത്യേക ശുദ്ധം വരത്തിലൊന്നും വേണ്ട. അപ്പോൾ കുളി നിർബന്ധാണേ. എന്താ കാരണം? ശാസ്ത്രത്തിൽ പറയും സ്നാനപൂർവാണി കർമാണി എന്നാ പറയുക. കുളി കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. അമ്പലത്തേക്ക് എന്നല്ല, നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ കുളിക്കാണ്ട് നേരം പോവില്ല. എവിടെ പോവുകയാണെങ്കിൽ ഏത് കൂട്ടരാണെങ്കിലും കുളിച്ച് ശുദ്ധമായിട്ടൊക്കെ പോകുള്ളൂ. ഇപ്പൊക്കെ അതൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല എന്നൊന്നും പറയണില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും പഴയ സമ്പ്രദായം കൊണ്ട് നടക്കണ കൂട്ടി ഇപ്പോഴും 2 നേരം ചുരുക്കം കുളിയും ദേവാരമൊക്കെ ഉള്ള കൂട്ടിട്ടുണ്ട്. അതാണ്. അപ്പൊ അതുകൊണ്ട് കുളിക്കുക എന്തിനാ ഈ കുളിക്കണമെന്ന് ചോദിച്ചാൽ കുളി വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ ചിലരൊക്കെ പറയും, ഇത് കുട്ടിയെ നീ ഇങ്ങനെ 2-3 നേരം കുളിച്ചുകൊണ്ടോന്ന് എൻ്റെ മനസ്സൊന്നും നന്നാവില്ല എന്നൊക്കെ അടുത്ത വീട്ടുകാരിങ്ങനെ പറയാൻ തുടങ്ങി. ഗോവിന്ദക്കുട്ടി കുളി നിർത്തി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും പറയരുത്. അപ്പം കുളിക്കെങ്കിലും ചെയ്തോട്ടെ, അടുത്ത വീട്ടുകാർക്കെങ്കിലും നേരാവണ്ണം മൂക്കിൽ മുണ്ട് തിരികാണ്ട് നടക്കാലോ. എന്താ കാരണം? കുളിച്ചാൽ ശരീരെങ്കിലും നന്നാവില്ല, മനസ്സും നന്നാവാൻ പണി വേറെ ചെയ്യണം. അല്ലാതെ ശരീരെങ്കിലും നന്നാവണത് ഇല്ലാണ്ട് ആക്കണ്ടല്ലോ. ശരീരം വളരെ ശുദ്ധമായിട്ട് നടക്കണം, വൃത്തിയും വെടുപ്പില്ലാണ്ട് എന്നും മുണ്ട് മുക്കി കുളിക്കണം. നല്ല നേരിയുള്ള ഒക്കെ കുട്ടികളെയൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ പഠിപ്പിക്കണം. ഉടുത്തത് മുക്കി അലക്കി കയറുമ്പിലിടാനും കുളിക്കാനും, കുളിക്കുമ്പം ഉടുത്തത് അലക്കാനും, 2ാമത് എടുത്ത് ഉടുക്കാണ്ടിരിക്കാനും ഒക്കെ ശുദ്ധം പഠിപ്പിക്കണം. പിന്നെ അത് ജീവിതത്തിൽ എന്നുണ്ടോ? ഇല്ലെങ്കിൽ നാറി അങ്ങനെ നടക്കും. ഇപ്പൊ ഒന്നും അങ്ങനെയാണ്. ഇപ്പൊ ചോദിച്ചു, അങ്ങാടിയിൽ ഈ വസ്ത്രം വാങ്ങാൻ ചെന്നപ്പോൾ ചോദിച്ചു, ഉണ്ണി എന്ത് മതിയോ ചോദിച്ചു. ഒരു മറ്റേ ജാതിയെ ഇത് വെച്ചാൽ മണ്ണിന്റെ നിറല തരുമെന്നും പറഞ്ഞു. ഇതിനെ നിറലത് മണ്ണിന്റെ നിറല. പിന്നെ 2-4 മാസത്തേക്ക് മറ്റേ സാധനങ്ങൾ ശൂശൂന്നാക്കിയാലും മതിയേ. വല്ലാത്ത ജാതി. അതാ പറഞ്ഞത്. അങ്ങനെയല്ല വേണ്ടത്. മുക്കി അലക്കി കുളിക്കുക, ശുദ്ധാവുക. അതാണ് എന്താ ഇവിടെ പറഞ്ഞത്? പൂർവം സ്നാനം പ്രകുർവീത. എന്തിനാ ഈ കുളിക്കണമെന്ന് ചോദിച്ചാലേ, ഈ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ ശരീരം നമ്മുടെ ഓരോ രോമകൂപത്തിൽ കൂടി പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടില്ലേ, വേർത്ത് കുളിച്ചൊക്കെ വന്ന് ഉച്ചയ്ക്ക് വേർത്ത് കുളിച്ച് വന്ന് തണലത്തിരുന്ന് ആ വേർപ്പൊക്കെ അങ്ങോട്ട് ഉണങ്ങിയാൽ ദേഹത്തൊരു വെളുത്ത പൊടി ഇങ്ങനെ കണ്ടിട്ടില്ലേ? എന്താന്ന് വെച്ചിട്ട് ശരീരത്തിന്റെ അകത്തിരിക്കുന്ന രാസമാലിന്യങ്ങളാണ് ആ പുറത്തേക്ക് തള്ളുന്നത്. അതുപോലെ എല്ലാം ഉണ്ടാവും, പല ജാതി മാലിന്യങ്ങളുണ്ട്. അപ്പൊ ഈ മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് ശുദ്ധാക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ കുളിക്കണത്. കുളി നിർബന്ധമാണ്. പണ്ടൊക്കെ കുളിക്കാതെ സ്ത്രീകളൊക്കെ രാവിലെ കുളിച്ചിട്ടേ അടുക്കളയ്ക്ക് കയറുള്ളൂ. എനിക്ക് ഇപ്പോഴും സമ്പ്രദായമുള്ള കൂട്ടരൊക്കെ കുളിക്കാണ്ടെന്നും പതിവൊന്നും കുളിച്ചിട്ട് അടുക്കളയ്ക്ക് കയറുള്ളൂ, എല്ലാം കൂട്ടി തൊടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരായിക്കോട്ടെ കുളി കഴിഞ്ഞ് അവനവൻ്റെ അത്യാവശ്യം തേവാരൊക്കെ കഴിഞ്ഞു വന്ന് വെള്ളം പോലും കുടിക്കുള്ളൂ. അല്ലാതെ ആ മലർന്ന് കിടന്ന ആ പല്ല് തേക്കാത്ത വായൽ മറ്റേത് മോന്തിയിട്ടൊന്നും ആരും, അതൊക്കെ ഇപ്പം ശീലിച്ച തോന്നിവാസങ്ങളാണ്. എന്നിട്ട് അത് വലിയ അഭിമാനമായിട്ട് കൊണ്ടു നടക്കുക. ബ്ലഡ് കോഫി. എന്ത് കോഫി? അതന്നെ, തെറ്റി പറഞ്ഞൊന്നല്ല, തെറ്റിദ്ധരിക്കണ്ട. എന്താ വൃത്തികേടല്ലേ? ഒന്ന് എണ്ണീട്ട് പല്ലേപ്പും കുളിയും കഴിഞ്ഞിട്ട് 10 നാമം ചൊല്ലി വന്ന് ഇപ്പൊ എന്താ മോന്തി കുടിക്കുക, എന്താ ചെയ്ത ഒരു സമ്പ്രദായം ഉണ്ട്. നമുക്കൊന്നും സമ്പ്രദായം ഇല്ലേ? നമ്മുടെ അടുത്ത തലമുറയ്ക്കൊന്നും ഇനി ഉണ്ടാവില്ല. വെറുതെ വലിയ പ്രസംഗിച്ചിരുന്ന ഒരു കാര്യമില്ല. അവനോനുള്ളത് അവനോൻ്റെനും ഉണ്ടാവുള്ളൂ. ഇല്ലേ? ശരിയല്ലേ? ഇത് ഉപ്പിട്ടാലല്ലേ കടുമാങ്ങയ്ക്ക് എന്തുണ്ടാവുള്ളൂ? മാവിന്റെ മുകളിലിരിക്കുമ്പോൾ അതിന് ഉപ്പിന്റെ പുളി ഉണ്ടാവുമോ?
ഇല്ല, ഉപ്പിൽ കിടന്നാൽ തന്നെ ഇതിന് ഉപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ സമ്പ്രദായത്തിൽ ജീവിക്കുന്നവർക്ക് തന്നെ ആ സമ്പ്രദായം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കൊക്കെ ആ സമ്പ്രദായം കുടുംബത്തിലുണ്ടെങ്കിൽ കുട്ടികൾ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവും എന്നാണ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്. കുളിയുടെ പ്രത്യേകത എങ്ങനെയാണ് കുളിക്കേണ്ടത്? മുങ്ങി ഇങ്ങോട്ട് വന്നാൽ മതിയോ? പോത്ത് മുങ്ങും പോലെ പോരാ. അതല്ലേ പറഞ്ഞത്. കുളി പറഞ്ഞതിന് ശേഷം പറയാണ് ഉഭയൈരപിച്ച സ്നാനം. എന്താണ്? ഉഭയൈരപിച്ച സ്നാനം മന്ത്രൈ മൃദ്ഗ്രഹണാദിഭേ. എന്താ അർത്ഥം? ഉഭയൈരപിച്ച സ്നാനം, രണ്ട് ജാതി കുളിയും കുളിക്കണം. ഒരു കുളീനെ എങ്ങനെയാ കുളിച്ചാൽ നമുക്കറിയില്ലല്ലോ. ഇത് രണ്ട് ജാതി കുളി നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. മന്ത്രൈ മൃദ്ഗ്രഹണാദിഭി. മൃത്ത് എന്ന് പറഞ്ഞ മണ്ണാണ്. ഈ മണ്ണ് കുളിക്കുക. അതല്ല ഈ പണ്ടൊന്നും ഇന്നത്തെ മാതിരി സോപ്പ് അല്ലല്ലോ തേക്കാനൊന്നും. ദേഹത്തൊക്കെ തേച്ച് കുളിക്കാനും ശുദ്ധം വരുത്താനും ശൗചത്തിനും കുളിക്കാനും ഒന്നും പണ്ട് സോപ്പല്ല പതിവ്. പണ്ടൊക്കെ മണ്ണാണ്. ശ്രദ്ധിച്ചില്ലേ? കാരണന്മാർക്കൊക്കെ നിശ്ചയുണ്ടോ? മണ്ണ് കുളപ്പരയിൽ എന്തുണ്ടാവും? ഒരു ഇതില് മണ്ണ്, പുറ്റുമണ്ണ് എന്ന് പറയുന്ന നല്ല ശുദ്ധമായ മണ്ണ്. ഈ മണ്ണാണ് തേച്ച് കുളിക്കാനൊക്കെ ശാസ്ത്രത്തിൽ പ്രത്യേകം വിധിയുണ്ട്. ത്രശ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ മണ്ണ് തേച്ചിട്ടാ കുളിക്കുക. എന്നിട്ട് അപ്പൊ അതോടുകൂടി എന്ത് ചെയ്യും? കുളിച്ചാൽ ശുദ്ധാവും ചെയ്യും. ഈ മണ്ണെന്ന് പറഞ്ഞ ചില്ലറ സാധനമൊന്നുമില്ല. അതുകൊണ്ട് അന്നൊക്കെ ചൊറിയും കുറവാണ്. ഇന്നൊക്കെ അപ്പോൾ നമ്മൾ ഒന്ന് തേച്ചതിന് ചൊറി ഉണ്ടായിട്ട് അത് മാറാൻ വേറെ ഒന്ന് തേക്കുകയാണ് ചെയ്യുക. എന്നാൽ അതിൻ്റെ ചൊറി മാറാൻ വേറെ. അങ്ങനെ നമ്മൾ ഏതാണ്ട് നമുക്ക് പിന്നെ ഇങ്ങനെ നേരെ ഉള്ളതുകൊണ്ട് തേച്ച് നടക്കാനും പറ്റും. അങ്ങനെയല്ല പണ്ട്. ഇപ്പോഴും ഈ പ്രകൃതി ചികിത്സാ സമ്പ്രദായക്കാർ മണ്ണൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില വയ്യായ്ക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ചില ചൊറിയും ചൊരങ്ങൊക്കെ മാറ്റാനേ നമുക്ക് അത്ഭുതം തോന്നണ്ട. മണ്ണാണ് മരുന്ന്. മണ്ണിൽ നിന്നാണ് ഉണ്ടായത്, മണ്ണിക്കാണ് പോണത്, മണ്ണ് തന്നെയാണ് മരുന്ന്. മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ജാതി മണ്ണല്ല, അതിന് പ്രത്യേക മണ്ണൊക്കെ ഉണ്ട്. അപ്പൊ ഈ മണ്ണ് തേച്ചിട്ട്, അതായത് മണ്ണെന്ന് പറഞ്ഞാൽ പറഞ്ഞ സോപ്പ് തന്നെയാണ് കണക്കാക്കിയോളൂ. ആദ്യം സോപ്പ് തേച്ച് അങ്ങോട്ട് കുളിക്കുക, ശുദ്ധമായിട്ട് കുളിക്കുക. കഴിഞ്ഞില്ല മുങ്ങി ശുദ്ധം വരുത്തിയതിന്റെ ശേഷം എന്ത് ചെയ്യണം? മന്ത്രം കൊണ്ടും കുളിക്കണം. അങ്ങനെ മന്ത്രം കൊണ്ട് കുളിക്കുക, തളിച്ചു കുളിക്കുക എന്ന് പറയും. അവോഷ്ഠാദി മന്ത്രം ജപിച്ച് തളിച്ച് മുങ്ങി കുളിക്കുക. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ കുളിച്ചാലേ ശുദ്ധാവുള്ളൂ. അങ്ങനെയുണ്ട്. അതവിടെ പറഞ്ഞത് മന്ത്രൈഹി. അത് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യന്മാർ നമ്മൾ പോത്തിൻ്റെയും പിന്നെ മറ്റേ ജന്തുവിൻ്റെമാര് മുങ്ങിയതുകൊണ്ട് അത് പോത്തൊക്കെ എത്ര മുങ്ങിയാൽ മതി. മനുഷ്യന്മാരെ നമ്മൾ ഇത്തിരി വിവരം, കഥയും, ബോധവും, സംസ്കാരവും സമ്പ്രദായം ഉള്ളവരാകുമ്പം മന്ത്രപൂർവ്വം ചെയ്യണം എന്നാ പറയാം. അതാണ് ഈ മന്ത്രം കൊണ്ട് കുളിക്കുക, രണ്ട് ജാതി കുളി. പിന്നെ അത് കഴിഞ്ഞ് എന്താ വേണ്ടോ? നിങ്ങളുടെ പൂജ കഴിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ പറ്റില്ല. ആദ്യം എന്ത് കഴിഞ്ഞ് എന്താ വേണ്ടത്? സന്ധ്യോപാസ്ത്യാദി കർമാണി വേദേന ആചോദിതാനി മേ. കുളി കഴിഞ്ഞ് വന്നു കാലഴുകി ആചമിച്ച് ഉക്കഴിച്ച് അർഘ്യതർപ്പണാദികൾ കൊടുത്തിട്ട് സന്ധ്യാവന്തനം ചെയ്യണം. സന്ധ്യാവന്തനം ചെയ്തതിന്റെ ശേഷം വേണം പൂജ കഴിക്കാൻ. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ പറയും, സന്ധ്യാവന്തനം ചെയ്യാത്തവന്റെ എല്ലാ പ്രവൃത്തിയും നിഷ്ഫലാണെന്നാ പറയുക. എന്താ അങ്ങനെ പറഞ്ഞത്? സന്ധ്യാവന്തനം ചെയ്യാത്തവൻ എന്ത് ചെയ്താലും നിഷ്ഫല, ഒരു കാര്യമില്ല. അതാണ് ആ വേദത്തിൽ പറയും, അഹരഹ സന്ധ്യാമുപാസീത. ദിവസവും സന്ധ്യാവന്തനം ചെയ്യണം എന്ന് പറയും. നമ്മൾ വേറെ ഇപ്പോൾ പൂജ കഴിക്കുക ദേവാലയമൊക്കെ ഉണ്ട് വെച്ചാൽ എന്തെങ്കിലും അശുദ്ധിയുള്ള കാലമാണെങ്കിൽ, വല്ല വലിയ മുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? മുട്ടും വിലയുള്ള കാലത്ത് നമ്മൾ അങ്ങനെ പടിഞ്ഞാറ്റി മച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി യുദ്ധം മാറാനൊന്നും കുട്ടിത്തോടൊന്നും ചെയ്യില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുണ്യാഹം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ദേവാലയം. പക്ഷേ ഈ കാലത്താണെങ്കിൽ പോലും സന്ധ്യാവന്തനം മുടക്കാൻ പാടില്ല എന്നാ പറയുക. പെറ്റ അമ്മ മരിച്ച് കിടക്കുമ്പോഴും കുളിച്ചു വന്ന് 10 ഗായത്രി ജപിച്ച് സന്ധ്യാവന്തനം കഴിച്ചിട്ടേ അതിൻ്റെ ക്രിയ ചെയ്യാവൂ എന്നാണ് വിധി. മനസ്സിലായി? അത്രയ്ക്ക് നിർബന്ധമുള്ളതാണ്. എൻ്റെ വിസ്തരിച്ചൊന്നുമില്ലെങ്കിലും ആ കഷ്ടായ അത്രയ്ക്കും വലിയൊരു കഷ്ടമുള്ള സന്ദർഭം ഏറെ ഇല്ലല്ലോ. ഈ പെറ്റ നമ്മുടെ വിയോഗം പോലെ ആ സന്ദർഭത്തിൽ പോലും എന്ത് മുട്ടിക്കാൻ വയ്യ? ഈ ക്രിയ മുട്ടിക്കാൻ വയ്യ. അതുകൊണ്ട് സന്ധ്യാവന്തനാദി ക്രിയയ്ക്ക് വേദത്തില് നിത്യകർമ്മം എന്നാ പറയുക. നിത്യകർമ്മങ്ങൾ നിത്യം ചെയ്യേണ്ടതാണ്, അതിനുപായം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ സന്ധ്യാവന്തനാദി കർമ്മങ്ങൾ 3 നേരം ഉള്ളത് കൃത്യമായിട്ട് ചെയ്യണവർക്കേ എന്തുണ്ടാവുള്ളൂ? അതിന്റെ ഫലം ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഫലം എന്തിൻ്റെയും ഫലം ഉണ്ടാവുള്ളൂ എന്നാ പറയും. അത് ദേവി ഭാഗവതത്തിൽ പറയും. ഈ സന്ധ്യാവന്തനാദി ക്രിയകൾ പറയുമ്പം പറയും, സന്ധ്യാവന്തനം ചെയ്യാത്തവനെ കുറിച്ച് പറയുമ്പം പറയും, ഏതുപോലെയെന്നാണെങ്കിൽ സന്ധ്യാഹീനനായവൻ വിഷഹീനോ യഥോരക. വിഷഹീനം, വിഷമില്ലാത്ത പാമ്പിന്റെ മാതിരി, ചേരയുടെ ഒക്കെ മാതിരിയാണ്. ചേര കണ്ടാലൊക്കെ പാമ്പിന്റെ മാതിരി ഉണ്ടാവും. പക്ഷെ ചേരയ്ക്ക് എന്തില്ല? നമ്മളിങ്ങനെ ആദ്യം വാലൊക്കെ കണ്ടപ്പോൾ പാമ്പാണ് നിരീക്ഷിച്ചിട്ട് മുണ്ടൊക്കെ നനഞ്ഞ് നിൽക്കുമ്പോഴാണ് തല കണ്ടപ്പോഴാണ് ചേരയാണ്. ഒരു പുച്ഛം കണ്ടിട്ടില്ലേ? ഒരു വിലയില്ല. അതേ ജാതി പാമ്പാണെങ്കിൽ നല്ല ബഹുമാനമായിട്ട് മുണ്ടൊക്കെ മടക്കഴിച്ചിട്ട് തൊഴുത് നിൽക്കും നമ്മൾ, പാമ്പിനെ കണ്ടാൽ പേടിച്ചിട്ടേ. അപ്പം പാമ്പിനെ പാമ്പാക്കി തീർക്കുന്നത് പാമ്പിന്റെ വിഷാംശം എന്ന് പറയും പോലെ ഒരു വിദ്വാനാക്കുന്നത്, ഒരു ബ്രാഹ്മണനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സന്ധ്യാവന്തനാദി ക്രിയയുടെ മഹിമയാണ്. അതൊക്കെ ചെയ്യേണ്ടതാണെന്ന് പറയും. എന്നിട്ട് വേണം സന്ധ്യാവന്തനാദി ക്രിയകളൊക്കെ കഴിഞ്ഞ് വന്ന് ഭഗവാനെ
പൂജ കഴിക്കണം. വിഗ്രഹാദികളിലേക്കാണ് ഭഗവാനെ പൂജ കഴിക്കണത് വെച്ചാൽ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കണം. ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുക എന്ന അർത്ഥം. എവിടുന്ന്? തൻ്റെ ഹൃദയത്തില് ആത്മസ്വരൂപനായിട്ട് പ്രത്യേകാത്മഭാവേന ചൈതന്യ സ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാന്റെ ആ ഒരംശത്തെ അക്ഷതത്തോടു കൂടിയിട്ട്, ഒരു കല എന്ന് പറഞ്ഞ അംശം അക്ഷതത്തോടു കൂടിയിട്ട് ആവാഹിച്ച് വിഗ്രഹത്തിലേക്ക് യോജിപ്പിച്ച് എന്നിട്ട് വേണം പൂജ കഴിക്കാൻ. ജലഗന്ധ പുഷ്പ ധൂപ ദീപ നൈവേദ്യാദികളെ കൊണ്ട് അവനവനെ കൊണ്ട് സാധിക്കണ മാതിരി മഹാകേമായിട്ടൊക്കെ കഴിക്കുക. എന്നിട്ടോ എല്ലാം ഭഗവാനെ സമർപ്പിക്കുക. നിവേദ്യാദികളൊക്കെ സമർപ്പിച്ച് വേണ്ട മാതിരി സന്തോഷിപ്പിച്ചതിൻ്റെ ശേഷം നല്ലോണം നമുക്ക് സ്തവൈഹി ഉച്ചാവചൈഹി സ്തോത്രൈഹി പൗരാണൈഹി പ്രാകൃതൈരപി സ്തോത്രങ്ങള്, വൈദികങ്ങളായ സ്തുതികള്, വേദമന്ത്രങ്ങളെ കൊണ്ടൊക്കെ പുഷ്പാഞ്ജലി കഴിക്കണം. പിന്നെ വേദമന്ത്രങ്ങൾ അല്ലാതെ ലൗകികങ്ങളായ സ്തുതികളൊക്കെ ഉണ്ടെച്ചാൽ അതുകൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ച് നമസ്കരിക്കണം. പൂജയില് എന്നിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് പുഷ്പാഞ്ജലിയൊക്കെ കഴിഞ്ഞ പ്രസന്ന പൂജയുടെ ഒടുക്കം പുഷ്പാഞ്ജലിയും കഴിച്ചത് എന്നിട്ട് പൂർണ്ണ പുഷ്പാഞ്ജലി കഴിച്ച് തൊഴുത് നമസ്കരിച്ചിട്ട് സ്തുത്വാ പ്രസീദ ഭഗവന് ഇതി. ഇതാണ് സ്തുതിച്ചും കൊണ്ട് പറയേണ്ടത്. ഇങ്ങനെയാണ് ഭഗവന്, ഭഗവാനെ സ്തുത്വാ പ്രസീദ, ഭഗവാനെ പ്രസാദിക്കണേ എന്ന് പറഞ്ഞ് തൊഴണം. ഏതുപോലെ? വന്ദേത ദണ്ഡവൽ, വടി പോലെ വീണ് നമസ്കരിക്കണം. ദണ്ഡവൽ എന്ന് പറഞ്ഞാൽ ദണ്ഡ നമസ്കാരം ചെയ്ത് തൊഴണം എന്നാ പറഞ്ഞത്. എങ്ങനെയാ വേണ്ടോ അതാ പറഞ്ഞത്. ശിരോമൽ പാദയോ കൃത്വാ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശ ഭീതം മൃത്യുഗ്രഹാർണവാൽ. ഇതാണ് പ്രാർത്ഥന. എങ്ങനെ? അതായത് ശിരോ മൽപാദയോ കൃത്വ, ശിരസ് ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് എങ്ങനെ? ബാഹുഭ്യാം ച പരസ്പരം അഭിവാദ്യം ചെയ്ത് ഭഗവാന്റെ പാദത്തില് വലത് കൈയ്യോണ്ട് വലത് പാദവും ഇടത് കൈയ്യോണ്ട് അതിന്റെ താഴെ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഇടത് പാദം തൊട്ട് അഭിവാദ്യം ചെയ്യാ പറയില്ലേ നമ്മള്? അഭിവാദ്യം ചെയ്യണം. മറ്റിൽ ഭഗവാന്റെ പാദത്തില് രണ്ട് കൈകൊണ്ടും പിടിച്ച് ശിരസ് ആ പാദത്തിൽ മുട്ടിച്ചിട്ട് എങ്ങനെ? നല്ലോണം തൊഴുതിട്ട് പറയണം. പ്രപന്നം പാഹിമാം ഈശ, ഹേ ഭഗവാനെ പ്രപന്നനായ ശരണാഗതനായ എന്നെ അങ്ങ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭീതം മൃത്യുഗ്രഹാർണവാൽ, ഈ സംസാര സാഗരത്തിൽ ചെന്നപ്പെട്ട് പോയിരിക്കണോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിക്കുക. ഇതാ വേണ്ടത്. അങ്ങനെ പൂജ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം എവിടെ നിന്നാണോ ആവാഹിച്ചത് അവിടേക്ക് ഉദ്ദേശിക്കുക. അപ്പം ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നല്ലേ ആവാഹിച്ചത്, അവിടേക്ക് തന്നെ ഉദ്ദേശിക്കണം എന്നാ പറഞ്ഞത്. അപ്പം നമ്മളിപ്പം പൂജ കഴിച്ചത് എവിടെ ഇരിക്കണ ഭഗവാനെയാണ്? അവനവൻ്റെ അകത്തിരിക്കണ ഭഗവാനെയാണ്. ആലോചിക്കൂല എന്തൊരു ഭംഗി അതിന്. അകത്തിരിക്കണ ഭഗവാനെ ആവാഹിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നല്ലോണം പൂജ കഴിച്ച് പ്രസാദിപ്പിച്ച് ഉള്ളിക്ക് തന്നെ കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിക്കും. വീണ്ടും പൂജ കഴിക്കുമ്പം അങ്ങനെ ദിവസവും ഭഗവാനെ പൂജ കഴിക്കുന്ന ആളുകളില്ലേ, നിത്യം ദേവാരമൊക്കെ ഉള്ള കൂട്ടര്, അവർക്ക് എന്നും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഈ ഓട്ടുകിണ്ടി പോലെയാണ് നമ്മുടെ ഹൃദയം എന്നാ പറയും. ഓട്ടുകിണ്ടി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. വെള്ളോട്ടിന്റെ കിണ്ടിയില്ലേ, പഴയക്കിണ്ടാക്കി ആ കിണ്ടിയും കിണ്ണമൊക്കെ ഉണ്ടാവും, ഉരുളിയൊക്കെ ഉണ്ടാവും, ഓട്ടുരുളി. അതൊക്കെ നല്ലോണം ദിവസവും തേക്കണ പാത്രാച്ചാരം നല്ല നിറം ഉണ്ടാവും. കണ്ടിട്ടില്ലേ? ഈ പൂജാപാത്രങ്ങൾ ഓട്ടുരുളിയും കിണ്ടിയൊക്കെ നമ്മൾ ദിവസവും നല്ലോണം തേച്ച് മിനുക്കണ പാത്രമാണെങ്കിൽ കണ്ടാൽ സ്വർണം പോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുക. അതുപോലെയാണ് ദിവസവും ഉപാസിക്കണവരുടെ, ദിവസവും ഭഗവാനെ പൂജ കഴിക്കണം, നിത്യമായിട്ട് പൂജ കഴിക്കണവരുടെ ഹൃദയത്തിൽ എപ്പോഴും എന്തുണ്ടാവും? ഭഗവാൻ അന്നും തേക്കുന്ന ഓട്ടുരുളി പോലെ സ്വർണം പോലെ തിളങ്ങിയിരിക്കും. എന്നാ അതില്ലാത്തവനാണെങ്കിലോ ഒന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവും? ഈ ഓട്ടുരുളിയും ഓട്ടുകിണ്ണൊക്കെ കൊണ്ടുപോയി തട്ടമ്പുറത്ത് കൊണ്ടുപോയിട്ട് 5-6 കൊല്ലം കഴിഞ്ഞ് എടുത്തുകൊണ്ടുവന്ന് എങ്ങനെയുണ്ടാവും? ആ ക്ലാവ് പിടിച്ച് കരി പിടിച്ച് ഈ കറുന്നനെ നിറായി, വെക്കാനും കൊള്ളില്ല, എടുക്കാനും കൊള്ളില്ല, തേച്ചാ വെളുക്കൂല്ല. ശരിയല്ലേ? ഇത് അങ്ങനെയാണ്. അത് കരി പിടിച്ച് കറ പിടിച്ച് ക്ലാവ് പിടിച്ച് കിടക്കും. പിന്നെ എത്ര കാലം തേച്ചാലും അത് വെളുക്കുക അല്ലേ? അതുകൊണ്ടാ പറഞ്ഞത് ഹൃദയത്തിൽ ഭഗവാനെ സദാ ഉപാസിക്കണം. അങ്ങനെയാണ് ഭഗവത് ഉപാസന സമ്പ്രദായം. ആര് പറഞ്ഞു കൊടുത്തു? ഉദ്ധവർക്ക് ഭഗവാൻ. ഉദ്ധവനോട് എന്നിട്ട് പറയുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വേണം? പരസ്വഭാവ കർമാണി ന പ്രശംസേൽ നഗരിഹയേൽ വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യ പുരുഷേണ ച. അതാ വേണ്ടത്. ഇതൊക്കെ ചെയ്താലും നമ്മുടെ കണ്ണ് പുറത്തേക്ക് വെച്ചാൽ നേരെയാവില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മൾ അന്യന്റെ കുറ്റം കുറവല്ലേ കാണുള്ളൂ, അവനവൻ്റേത് വല്ലതും കാണും. എല്ലാവരുടെയും കുറ്റവും കുറവും കാണുന്ന കണ്ണാണ് നമ്മുടെ കണ്ണ്. ആ കണ്ണിക്ക് ഒരു പൊടി പോയാൽ കാണണമെങ്കിൽ നാട്ടുകാരെ പിരിവെടുത്ത് വരണ്ടേ, എല്ലാവരും കൂടി വരണ്ടേ, നല്ല കാണാൻ പറ്റും. നമ്മുടെ കണ്ണിക്ക് പോയ പൊടി കാണാൻ നമുക്ക് പറ്റൂ? ഈ കണ്ണുകൊണ്ടാണ് നാട്ടുകാരുടെ എല്ലാ പൊടിയും
നമ്മൾ കാണുന്നത്. അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ കഥ. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് വേണം? പരസ്വഭാവ കർമാണി. മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെയും പ്രവൃത്തികളെയും ഒന്നും നമ്മൾ നിന്ദിക്കാനോ സ്തുതിക്കാനൊന്നും പോണ്ട. എന്താ കാരണം? അതൊക്കെ പ്രകൃത്യാ പുരുഷേണ. ഓരോന്നിൻ്റെ പ്രകൃതി ഓരോന്ന്. അപ്പം മരത്തിൻ്റെ കാന്താരി മുളകിൻ്റെ മരത്തിന്മേൽ ഇരിക്കുന്ന കാന്താരി മുളക് ഇങ്ങനെ നല്ല ചുവന്നനിരിക്കണ മുളക്, അത് നമ്മൾ പൊട്ടിച്ച് കണ്ണിലും മൂക്കിലും വായിലൊക്കെ തേച്ചാൽ എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവും. നേരം പോക്കിന് പിന്നെ എന്നൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ മുളകിനെ കുറ്റം പറയും. മുളകിനെ എന്നാ കുറ്റം പറയുന്നത്? അതെൻ്റെ മരത്തിൻ്റെ മുകളിൽ നിൽക്കായിരുന്നില്ലേ? ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണിലും മൂക്കിലും കയറി ഇറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. ശരിയല്ലേ? അപ്പൊ എന്താ വേണ്ട? അത് അതിൻ്റെ പ്രകൃതിയാണേ. എന്തിൻ്റെ പ്രകൃതി? എരിവുണ്ടാവുക എന്നുള്ളത് മുളകിന് ജാതിയുള്ള പ്രകൃതിയാണ്. നമുക്ക് മാറ്റാൻ പറ്റില്ല, മുളകിനും പറ്റില്ല. കരിമ്പിൻ്റെ തണ്ട് പൊട്ടിച്ച് തിന്നാൽ നല്ല മധുരം ഉണ്ടാവും. അത് എരിയണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രകൃതി. അതിനൊരു കാലത്ത് എന്തൊക്കെ ചെയ്താലും അതിനെ എരിയണമെന്ന് മോഹിച്ചിട്ട് കരിമ്പിൻ്റെ തണ്ടിന് എന്ത് പറ്റില്ല? എരിയാനും പറ്റില്ല. കാന്താരി മുളകിനൊന്നും മധുരിക്കണം എന്ന് തോന്നിയാൽ മധുരിക്കാനും പറ്റില്ല. അത് അതിൻ്റെ പ്രകൃതിയാണ്. അപ്പം അതുകൊണ്ട് എന്തേ വേണ്ടു? ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് മധുര വേണ്ട വെച്ചാൽ കരിമ്പിൻ്റെ തണ്ട് പൊട്ടിച്ച് തിന്നോളൂ. അല്ല എരിവാ വേണ്ട വെച്ചാൽ കാന്താരി മുളക് പൊട്ടിച്ച് കൊണ്ടുപോയിക്കോളൂ. അല്ലാതെ അതിന് ഇത് കുറ്റം പറയാൻ നിൽക്കണ്ട. എരിവ് ഇഷ്ടമുള്ളവന് ഈ കാന്താരി മുളക് ഇഷ്ടമാണ്, മധുരം ഇഷ്ടമുള്ളവന് കരിമ്പിൻ്റെ തണ്ട് ഇഷ്ടമാണ്, എരിവ് ഇഷ്ടമില്ലാത്തവന് മുളകിന് ഇഷ്ടമല്ല, ഈ മധുരം ഇഷ്ടമില്ലാത്തവന് കരിമ്പിൻ്റെ തണ്ടിന് ഇഷ്ടമല്ല. കരിമ്പിൻ്റെ തണ്ട് എന്ത് പഴിച്ചു? മുളക് എന്ത് പഴിച്ചു? അർത്ഥം മനസ്സിലാവണില്ലേ? ഇത്രയുള്ള ലോകത്തിന്റെ കഥ. അതുകൊണ്ട് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃത്യാ പുരുഷേണച്ച. ലോകം പ്രകൃതിയാണ്. അതുകൊണ്ട് മുളക് നന്ന് കരിമ്പ് മോശമാണ്, കരിമ്പ് നന്ന് മുളക് മോശമാണ് എന്നൊന്നും പറയണ്ട. അത് അങ്ങനെയാണ്. അതുപോലെ ലോകത്തിൽ അങ്ങനെ ഓരോരുത്തരുടെ സ്വഭാവം ഓരോന്ന്. നമ്മൾ അതിനൊന്നും എന്ത് ചെയ്യാൻ പുറപ്പെടണ്ട, നിന്ദിക്കാനോ സ്തുതിക്കാനൊന്നും പോണ്ട. ഇതേ ആശയം തന്നെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അഹം നിന്ദേ നചസ്തൗമി സ്വഭാവ വിഷമം ജനം. ഈ സ്വഭാവം കൊണ്ട് ഒരുപോലെയല്ല. വിഷമം ചെൽ സമല്ല. ആദ്യ സ്വഭാവം സമല്ലല്ലോ. ഇരട്ടപ്പെട്ട രണ്ട് കുട്ടികളാണെങ്കിൽ പോലും ഒന്നിന്റെ സ്വഭാവം പോലെയല്ല മറ്റേതിൻ്റെത്. ഒരേ ഗർഭത്തിൽ 10 മാസം ഇരുന്ന് ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളായിട്ട് ജനിച്ചു വന്നതിനാണ് ഈ ഇരട്ട കുട്ടികളെന്ന് പറയും. അവർക്ക് പോലും എന്തല്ല സ്വഭാവം ഒരുപോലെയല്ല. വ്യത്യാസം കണ്ടിട്ടില്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? അതുകൊണ്ടാണ് പറഞ്ഞത് പ്രകൃതിയാണ്, നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം മറ്റുള്ളവരെ സ്തുതിക്കാനും നിന്ദിക്കാനല്ല. അവിടെ അവനവനെ നന്നാക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് അവനവൻ്റെ അകത്തേക്ക് നോക്കുക. പക്ഷെ നമ്മൾ അവനവൻ്റെ അകത്തേക്കല്ല നോക്കുക, അന്യൻ്റെ മുഖത്തേക്കാണ് നോക്കുക. അവൻ്റെ കുറ്റും കുറവൊക്കെ നമ്മൾ കാണും. അങ്ങനെയല്ലേ പതിവ്? കർപ്പൂരം നമ്മൾ പറഞ്ഞു, എന്താ വല്യമ്മയെ മുഖത്തൊക്കെ കരി തേച്ച് വന്നിരിക്കണത് ചോദിച്ചു. ആ വല്യമ്മ കർപ്പൂരത്തിൻ്റെ പാത്രം തൊട്ടപ്പോഴേ ലേശം കരിയായത് ഇവിടെ ഇങ്ങനെ തോണ്ടിയപ്പോൾ അവിടെ ആവും ചെയ്തു. അപ്പോൾ അവൻ കണ്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ കളിയാക്കി പുറപ്പെട്ടതേ. എന്താ ലേശയുള്ള നമ്മുടെ മുഖത്ത് കരി, നമ്മുടെ മുഖം കരിയോയിൽ മുക്കിയിട്ടാ കൊണ്ടുവന്നു. അത് നമുക്ക് കാണാനും ഇല്ല. ശരിയല്ലേ? നമ്മുടെ മുഖത്തിരിക്കുന്ന ധാരാളമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലേ? മറ്റേയാളുടെ മുഖത്ത് ലേശമുള്ളത് കാണാനും പറ്റും. ലോകം എങ്ങനെയാണ്? അതുകൊണ്ടാണ് പറഞ്ഞത്